ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിൽ 204 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. നേരത്തെ നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രികകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു. ഇന്ന് വൈകുന്നേരം 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി. സമയപരിധി കഴിയുന്നതോടെ അന്തിമ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. അപരന്മാരുടെ പത്രികകൾ പിൻവലിപ്പിക്കാൻ മുന്നണികൾ ശ്രമം തുടരുന്നുണ്ട്. 20 മണ്ഡലങ്ങളിലായി നിലവിൽ 204 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആകെ 290 സ്ഥാനാർത്ഥികളാണ് ആദ്യം പത്രികകൾ നൽകിയിരുന്നത്. സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രികകൾ തള്ളിപ്പോയി. 14 പേരുമായി കോട്ടയമാണ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത്. കോഴിക്കോടും തിരുവനന്തപുരവുമാണ് രണ്ടാമത്. 2 മണ്ഡലത്തിലും 13 പേർ മത്സരരംഗത്തുണ്ട്. കണ്ണൂരും ചാലക്കുടിയിലും കൊല്ലത്തും 12 പേരും, ആലപ്പുഴ, പാലക്കാട്, വടകര മണ്ഡലങ്ങളിൽ 11 പേരും മത്സരിക്കുന്നു. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് ആലത്തൂരാണ്, ആകെ 5 പേർ. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ മത്സരരംഗം കൂടുതൽ ചൂടുപിടിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.